ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ പ്രീമിയറിൻ്റെ പാർട്ടാവുന്നത് ഇങ്ങനെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. രാജ് ബി ഷെട്ടി സർ, താങ്ക് യു ഫോർ ദ മെസ്സേജ്. കാരണം ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത ദിവസം സർ എനിക്കൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് മീൻസ് എ ലോട്ട്. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ടും യു ആർ സോ ഹംബിൾ അങ്ങനെ ഒരു മെസ്സേജ് ചെയ്യാൻ ഉള്ളൊരു കേർട്ടസി കാണിച്ചതിൽ. ഞാനിതിൽ 2 സോങ്ങാണ്, ഇൻട്രോയിൽ വരുന്ന ഒരു സോങ്ങും പിന്നെ ആകാശക്കോണിൽ എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ കുറച്ച് പോർഷൻസാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, വേഫെയർ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ, ഞാൻ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം രണ്ടാമത്തെ ഒരു അസോസിയേഷനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് സജസ്റ്റ് ചെയ്ത ഔസേപ്പച്ചൻ, ആഷിഖ് ആൻഡ് ദി ഹോൾ ടീം, സന്ദീപ് ആൻഡ് ദ മ്യൂസിക് ഡയറക്ടർ സുമേത്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് മൂവി കണ്ടതിന് ശേഷം എല്ലാവരുടെയും ഫാനായി. രവി അണ്ണൻ, അശോക് ഏട്ടൻ, ഐ മീൻ ഗുരുജി, എല്ലാവരുടെയും ഫാനായി. അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളത്തിൽ ഈ മൂവി ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് ദി എൻ്റയർ ടീം ഓൾ ദി വെരി ബെസ്റ്റ്. Thank you so much. And we have Indrajit, VFX partner. Yes, പാടിയില്ലല്ലോ. പാട്ട് ഈ മൂവിയിലെ പാട്ട് തന്നെയാണോ? ഇതിലെ പാട്ട് തന്നെയാണെങ്കിൽ ഞാൻ അതിൽ 2 ലൈൻസ് ആണ് ഉള്ളത്, പാടാം. ആകാശക്കോണിലാരുമില്ലാതെ പാരി തളർന്നു പോയേ, നെഞ്ചകമേ മെഴുതിരി പോലെ താനേ ഉരുകി നീ. താങ്ക് യു. Thank you so much. And ലിറിസിസ്റ്റ് കിങ് ഓഫ് കൊത്ത. അതെ, എനിക്ക് വേഫെയർ ഫിലിംസായിട്ട് ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കിങ് ഓഫ് കൊത്തയിലാണ്. അപ്പോൾ അതിൽ കലാപക്കാരുടെ തമിഴ് വേർഷനാണ് ഞാൻ പാടിയത്. പക്ഷെ മലയാളം കുറച്ച് പാടാം.